തെരച്ചിൽ അവസാനിപ്പിച്ച് ഈശ്വർ മാൽപേ മടങ്ങി. ഷിരൂർ ദൌത്യത്തിൽ ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചതിനെ തുടർന്നാണ് നടപടി. പോലീസ് മോശമായി പെരുമാറുന്നുവെന്നും ഔദ്യോഗികമായ അറിയിപ്പ് ലഭിച്ചാൽ മാത്രം മടങ്ങി വരുമെന്നും മാൽപേ പറഞ്ഞു. ഇൻഡിപെൻഡന്റ് ആയിട്ട് എനിക്ക് ഒരു ലെറ്റർ കൊടുത്താൽ നിങ്ങൾ എപ്പോൾ വേണ തുടങ്ങുന്ന ലെറ്റർ കൊടുത്താൽ തിരിച്ചു വരും. ഇൻഡിപെൻഡന്റിനെ വേണം, ഇല്ലെങ്കിൽ മേലെ കീഴെ പോകുന്ന അവർ പറയരുത്. നമുക്ക് ലെറ്റർ കൊടുത്താൽ മതി. അവർ കണ്ടിപ്പാ ലെറ്റർ കൊടുക്കും. ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർ കൊടുക്കും. നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിങ്ങൾ എപ്പോൾ വേണം ഇറങ്ങ്, എപ്പോൾ വേണം തിരക്കിൽ പെടാന്ന്. പിന്നെ കീഴെ പോയിട്ട് മേലെ കീഴെ നമുക്ക് അഗ്രിമെന്റ് പണില്ല, പൈസക്ക് ഇല്ല, ഒന്നില്ല, ഫ്രീ ആയിട്ട് ചെയ്യാറുണ്ട് നമ്മള്. ഇല്ല, ഇപ്പൊ ഞങ്ങൾ പോകും, ഇപ്പൊ വീട്ടിലേക്ക് പോകും. വീട്ടിൽ പോയിട്ട് പറയാം കുളന്നേക്ക് സുഖമില്ല. പിന്നെ ലെറ്റർ കൊടുക്കട്ടെ. അബ്ദുൽ അണ്ണനെ ഒരു വാർഡിന് സിലറ്റിന് തിരക്കാൻ പോയ സമയത്തിൽ അവിടെ അടിഭാഗത്തിലെ നമുക്ക് ഇത് കിട്ടിയത് വണ്ടി കിട്ടി ഞാൻ കേട്ട് മേലെ വിട്ട് എന്നാ ചെയ്യണം. ഇപ്പൊ ഒരു സ്കൂട്ടർ ഉണ്ട് അവിടെ, ആക്റ്റീവ് ആണ് നയ. അത് ഇവിടെ ലക്ഷ്മണന്റെ അവരുടെ ആക്റ്റീവ് ആണെന്ന് അതിനിപ്പോ കട്ടിട്ട് ഞാൻ മേലെ വന്നിട്ടുണ്ട്. നമുക്ക് ഒരു പൈസ വേണ്ട, ഒന്നും വേണ്ട. നമ്മ ഫ്രീ ആയിട്ട് ചെയ്യാർക്ക് നമുക്ക് എന്തിനാ സൺഡേ പോടുന്നത്? ഇപ്പൊ നമുക്ക് ഫോണാക്കി നമുക്ക് വെള്ളത്തിൽ മേലെ വരാൻ കൂട്ടി, പിന്നെ മേലെ കൂപ്പിട്ട് നമ്മള് ഫോൺ കൊടുത്തു. ആ സമയത്തിൽ നമ്മളെ ടീം ആൾക്കാർ ഈശ്വരനെ ഇത്ര സൺഡേ പോയിട്ട് ഞങ്ങൾ ആറ് വരില്ല, ഞങ്ങൾ പോവാന്ന് ചൊല്ലി. പിന്നെ അവർ പോയി നമുക്ക് ഓരോ മേലെ ആൾ വേണല്ലേ. അപ്പൊ ഞാൻ മേലെ വന്നു. അവർ അമ്മയെ അർജുന്റെ അമ്മയെ പേസിക്കൊണ്ടിരിക്കും. എന്താ പറയുന്നത്? ശരിയമ്മ, ഇപ്പൊ എന്നാക്ക നോക്കാം. 2 ദിവസം വിട്ടിട്ട് ശരിയമ്മ. അതേസമയം തെരച്ചിലിൽ അനിശ്ചിതത്വം ഇല്ലെന്നും തെരച്ചിൽ തുടരുമെന്നും കാർവാർ MLA സതീഷ് സെയിൽ പറഞ്ഞു. And we have already hired now 5 people are there. and for his support also we have taken as a friendly support. But he should not say something wrong to the. He has in Facebook he has made some statement, no, that nobody supported. Morning I wear the dress. See, they have to take the permission. Without permission they cannot give any help and all this. Tomorrow something happens wrong, some profile. You have the response. Oh, 100%. If we are here today, if we are there, and if we fall, then it is our risk. Police department is a risk. Coordination with both the people in good sense, there is no issue. They have also bought some 4-5 people. Contradictory should not happen. No? You got my point. That is happening. Tomorrow, that I have booked the ticket of this fellow, Indra Balan. General, this thing. He is from Delhi. He is coming tomorrow. Okay, and we will call Navy people. No, we have taken a decision that parallelly dredging and diving, it is a little dangerous. So considering safety, that we are holding. When dredging stop, we will try to find solution. So let the dredging happen for some days and let us get some lead. Based on that, we can prioritize. We cannot say at this point of time. Our MLA sir has requested from the district administration some other teams with respect to other SCRF, NDRF will be joining tomorrow. So once that is done, SP is leading the search and rescue operation. He'll conduct a meeting and he'll take up. SDRF and NDRF team also join with the mission. SCRF, NDRF teams are available in the district. If required, they'll be joining. Will ask help from Ishwar Malpe and his team. That depends. SP is taking he's head of search and rescue operations. He'll take a call. KV ബൈജു വിവരങ്ങളുമായി ചേരുകയാണ്. ബൈജു, ഈശ്വർ മാൽപയെ അനുനയിപ്പിക്കാനില്ല എന്നതാണ് കാർവാർ MLA പറയുന്നത്. അദ്ദേഹം എപ്പോഴും ഭരണകൂടത്തിനെതിരെ സംസാരിക്കുന്നു തുടങ്ങിയ കുറ്റപ്പെടുത്തലുകളും MLAയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ജില്ലാ ഭരണകൂടം എടുക്കുന്ന നിലപാട് എന്താണ്? ഈശ്വർ മാൽപെ ഒഴിവാകുന്ന സാഹചര്യത്തിൽ ഇനി തെരച്ചിൽ എങ്ങനെ മുന്നോട്ട് പോകും? രേണുക, തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ മാത്രമേ ഈ നിലവിൽ സാധ്യമാകൂ. അതുകൊണ്ട് തന്നെയാണ് മാൽപെക്ക് ഇത്തരത്തിലുള്ള അനുമതി നിഷേധിച്ചത്. മാത്രമല്ല, മാൽപെക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അപകടം സംഭവിച്ചാൽ അതിന് ഉത്തരവാദിത്തം ജില്ലാ ഭരണകൂടം ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അനുമതി നൽകാൻ കഴിയില്ല എന്നാണ് ജില്ലാ കളക്ടറും വ്യക്തമാക്കിയിരിക്കുന്നത്. അതുതന്നെയാണ് കാർവാർ MLAയും വ്യക്തമാക്കിയത്. ഏതായാലും ഇപ്പോൾ ഏറ്റവും പ്രധാനം ഡ്രഡ്ജറാണ്. അത് ഇത്രയും വലിയ തുക കൊടുത്ത് ഇവിടെ കൊണ്ടുവന്നത്
ആ ലോറി മണ്ണിൽ പൂർണ്ണ കിടക്കുന്ന ആ ലോറി പുറത്തേക്ക് എടുക്കാനാണ്. എന്തായാലും എനിക്ക് പിറകിൽ ആ ദൃശ്യങ്ങൾ കാണാം. ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവൃത്തി ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ആ ഡ്രഡ്ജർ നിൽക്കുന്ന ആ സ്ഥലത്താണ് ഈ ലോറി അപകടത്തിൽ ഉണ്ട് എന്ന്, ആ അപകടത്തിൽ ലോറി മണ്ണിനടിയിൽ പൂണ്ടുകിടക്കുന്നുണ്ട് എന്ന ഒരു നേവിയുടെയും അതുപോലെ തന്നെ നേരത്തെ റഡാർ പരിശോധനയിലും ഒക്കെ കണ്ടെത്തിയ സ്ഥലം, ആ സ്ഥലം കേന്ദ്രീകരിച്ച് നടത്തുകയാണ് ഇപ്പോൾ പരിശോധന. ഇന്ന് രാവിലെ ഒരു എഞ്ചിൻ ലഭിക്കുകയുണ്ടായി. പക്ഷേ അത് അർജുന്റെ ലോറിയുടെ എഞ്ചിനല്ല എന്ന് പിന്നീട് സ്ഥിരീകരണം വന്നു. എന്തായാലും നിലവിൽ കാര്യമായ വസ്തുക്കളൊന്നും ഇന്ന് അർജുന്റെ ലോറിയുടേതോ മറ്റു സംഭവങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഒരു തടിക്കഷ്ണം മാത്രമാണ് അർജുന്റെ ലോറിയുടേത് ഇന്ന് ലഭിച്ചത്. ആ തടിക്കഷ്ണം ലഭിച്ചത് ഈശ്വർ മൽപ്പ നടത്തിയ തെരച്ചിലാണ്. ഈശ്വർ മൽപ്പ നടത്തിയ തെരച്ചിൽ തന്നെ ഒരു സ്കൂട്ടറും ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. അത് ഈ നേരത്തെ ഇവിടെ മരണപ്പെട്ട ലക്ഷ്മണ നായിക്ക്, ചായക്കട നടത്തുക എന്ന ലക്ഷ്മണ നായിക്കിന്റെ ഭാര്യ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ആ കുടുംബം മുഴുവൻ ഈ അപകടത്തിൽ ഇല്ലാതായി. അവരുടെ 2 കുഞ്ഞുമക്കളും ഭാര്യയും അടങ്ങുന്ന 5 പേരാണ് അവരുടെ കുടുംബത്തിൽ നിന്നും ഈ ദുരന്തത്തിൽ മരണപ്പെട്ടത്. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യം അതേ സ്ഥലത്താണ് ആ ചായക്കട ഉണ്ടായിരുന്നത്. ഇവിടെ അപകടപ്പെട്ട സ്കൂട്ടറാണ് മീറ്ററുകൾക്കപ്പുറമുള്ള സ്ഥലത്ത് ഇത്തരത്തിൽ പതിക്കുകയും അവിടെ നിന്നും ഇപ്പോൾ പുറത്തെടുക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ഡ്രഡ്ജിംഗ് ഇപ്പോഴും പുരോഗമിക്കുന്നു.